നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കുമേൽ വീണ്ടും കുതിര കയറാൻ എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പകൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യ നൽകിയ പണിയിൽ ഒരുവിധം ഒതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ നിലപാട് മാറ്റത്തിന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ വീണ്ടും ആക്രമണം നടത്തണം എന്നതാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നിലപാട്. പാകിസ്ഥാനെ നിലവിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് ജലവിതരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കും എന്നാണ് പാകിസ്ഥാന്റെ വക ഭീഷണി. ഈ ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, പ്രതിരോധ മന്ത്രി, അതായത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായ ഖോജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ ഒരു ഭീഷണി എത്തിയത്, അതായത് യുദ്ധഭീഷണി എത്തിയത്. ജലസുരക്ഷ എന്നത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയമാണെന്നും അതിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ പ്രതികരിക്കാൻ പാകിസ്ഥാന് മടിയില്ല എന്നാണ് നിലപാട്. സിന്ധു നദിയിലെ വെള്ളത്തിനുള്ള പാകിസ്ഥാന്റെ അവകാശത്തിന് മേൽ ഗുരുതരമായ ഭീഷണി ഉണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ രാജ്യമൊട്ടും മടിക്കില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്തായാലും കടുത്ത ജലക്ഷാമം നേരിടുന്ന പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാനോ തടസ്സപ്പെടുത്താനോ ഇന്ത്യ അതിവേഗം നീങ്ങുന്നതായി ബോധ്യപ്പെട്ടാൽ സൈന്യത്തെ ഉപയോഗിച്ചുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. 2028 ജൂണോടെ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദിയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും എന്ത് ചെയ്യാം നിർത്തലാക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യയുടെ ജൽശക്തി മന്ത്രി CR പാട്ടീൽ വ്യക്തമാക്കുന്നത്. ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് പുറത്തു വന്നതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രകോപനപരമായ പ്രസ്താവന എത്തിയത്. 2025 ഏപ്രിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1960 സിന്ധു നദീജല കരാർ ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് റദ്ദാക്കിയിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ പാക് പിന്തുണയുള്ള ഭീകരരാണ് എന്ന് വ്യക്തമായിരുന്നു ഇന്ത്യക്ക്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇസ്ലാമാബാദ് വിശ്വസനീയവും ശാശ്വതവുമായ നടപടി സ്വീകരിക്കുന്നതുവരെ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലുണ്ടായ ഈ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന നയം ഇന്ത്യ ഉറപ്പിച്ചു വ്യക്തമാക്കി കഴിഞ്ഞു. കരാർ പ്രകാരം സിന്ധു നദീതടത്തിലെ 80% വെള്ളവും ലഭിക്കുന്നത് പാകിസ്ഥാനാണ്. ഇത് പാകിസ്ഥാന്റെ കൃഷിക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും അത്യന്താപേക്ഷിതവുമാണ്. എന്നാൽ ഇന്ത്യയുടെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചെനാബ് നദിയിലെ വെള്ളം തിരിച്ചുവിടാനായി ഇന്ത്യ നദീ സംയോജന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് എന്നും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. കാലാവസ്ഥാ വ്യതിയാനവും ജലക്ഷാമവും മൂലം പാകിസ്ഥാൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ സിന്ധു നദീജല തർക്കം ഇരു ആണവായുധ രാജ്യങ്ങൾക്കുമിടയിലെ ഏറ്റവും വലിയ യുദ്ധമുഖമായി മാറിയേക്കാം.